2 ദിവസം മുന്നേ ഡൊണാൾഡ് ട്രംപ് നമ്മുടെ ഇന്ത്യക്കാരുടെ നെഞ്ചത്തിട്ട് പൊട്ടിച്ച ബോംബിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവോ? ഞാൻ പറയുന്നത് H1B വിസയെ കുറിച്ചാണ്. സോ ഒരു നോൺ റെസിഡന്റിന് അല്ലെങ്കിൽ നോൺ ഇമിഗ്രന്റിന് ഈസി ആയിട്ട് US പോയി ജോലി ചെയ്ത് കാശുണ്ടാക്കാൻ പറ്റിയ ഒരു വിസയായിരുന്നു H1B വിസ. സോ ഇതിനു മുന്നേ ഏകദേശം $2,500 ആയിരുന്നു ആ ഒരു വിസ പ്രോസസ്സിന്റെ കോസ്റ്റ്. എന്നാൽ ഡൊണാൾഡ് ട്രംപ് ഈ മാസം സെപ്റ്റംബർ 21 മുതൽ ഏകദേശം $100,000 ആണ് ഇതിനൊരു ഫീ ആയിട്ട് വെച്ചിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ റുപ്പീസ് പറയുവാണെങ്കിൽ ഏകദേശം 98-99 ലക്ഷം രൂപയാണ്. സോ ഇത് അടക്കേണ്ടത് US കമ്പനിയാണ് ഈ ഒരു വിസ പ്രോസസ്സിംഗ് ടൈമിന് അടക്കേണ്ടത്. സോ പുതിയതായിട്ട് ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഈ ഒരു വിസയ്ക്ക് പോകുന്ന ആള് ഈ ഒരു എമൗണ്ട് അടക്കേണ്ടി വരും, കമ്പനി അടക്കേണ്ടി വരും. സോ ഇതിന് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത്? ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ നല്ലൊരു കമ്പനിയിൽ കയറിയിട്ട് നല്ലൊരു ജീവിതം ജീവിക്കാൻ കഴിയും. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദുബായ് മാർക്കറ്റ് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കാൻ പറ്റും. കാരണം വേറെ ഒന്നുമല്ല, ഗ്രീൻഫീൽഡ് FDI വെച്ച് നോക്കുവാണെങ്കിൽ വേൾഡിലെ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് സിറ്റീസ്, ജോബ് ക്രിയേഷൻ ഏറ്റവും നമ്പർ 1 സിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായ് ആണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് ടോപ്പിൽ നിൽക്കുന്ന ദുബായ് ആണ്. ഏകദേശം കഴിഞ്ഞ വർഷം 1117 കമ്പനീസ് ആണ് ദുബായിൽ ഗ്രീൻഫീൽഡ് FDIയുടെ അണ്ടറിൽ ഇവിടെ ഓപ്പൺ ആയിരിക്കുന്നത്. സോ ഇഷ്ടംപോലെ ജോബ് ക്രിയേഷൻസ് നടക്കുന്നുണ്ട് ദുബായിൽ. പക്ഷേ നിങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കുക. സോ ഇനി US കമ്പനീസ് ഒരാളെ ഹയർ ചെയ്യണമെങ്കിൽ അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളെ മാത്രമേ എടുക്കത്തുള്ളൂ. കാരണം വേറെ ഒന്നുമല്ല, അവർ $100,000 ആണ് ഈ ഒരു ഫീ ആയിട്ട് അടയ്ക്കുന്നത്. സോ ട്രംപിന്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ US ആൾക്കാരുടെ ജോലി അവസ്ഥകളും ജോലി കാര്യങ്ങളും കൂട്ടുക, നമ്മളെ കണക്കുള്ള ആൾക്കാരെ അവിടുന്ന് പറഞ്ഞു വിടുക. സോ ബട്ട് ദുബായ് നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്തുള്ള ആൾക്കാരെ എല്ലാം ഇങ്ങോട്ട് അബ്സോർബ് ചെയ്തിട്ട് ഇവിടെ ജോലി ചെയ്യിപ്പിച്ച് ഇവിടുത്തെ എക്കോണമി ഗ്രോ ചെയ്യിക്കുക. സോ നിങ്ങൾ തന്നെ തീരുമാനിക്കുക, US പോലുള്ള ഒരു വിസ അപ്ലൈ ചെയ്ത് വെറുതെ നിങ്ങളുടെ ജീവിതം കളയണോ, അതോ ദുബായ് കണക്കത്തൊരു ഡൈനാമിക് മാർക്കറ്റിൽ വന്ന് ഇവിടെ ജോലി ചെയ്ത് നല്ലൊരു ജീവിതം ജീവിക്കണോ?